ഗുഡ് മോർണിംഗ് ഗായ്സ്. നവംബർ 27. അപ്പം നമുക്ക് ലക്സംബർഗ് എന്നായിരുന്നു കേട്ടോ ഓർഡർ. നമുക്ക് ലക്സംബർഗ് ടു ഇറ്റലിയാണ് നമുക്ക് ലോഡുള്ളത്. അപ്പം നമ്മൾ ഇന്നലെ ലക്സംബർഗിലെത്തി. ലക്സംബർഗ് ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽ അല്ല, പക്ഷേ EEA കൺട്രിയാണെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ലക്സംബർഗ് കയറണമെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ പാസ്സൊക്കെ റിക്വയർഡ് ആട്ടോ. അപ്പം നമ്മൾ 2 ദിവസത്തേക്ക് സ്പെഷ്യൽ പാസ്സൊക്കെ എടുത്തു. നമ്മൾ ഇന്നലെ നമുക്ക് അൺലോഡിങ് ഉണ്ടായിരുന്നു ലക്സംബർഗിൽ. നമ്മൾ ലക്സംബർഗിൽ അൺലോഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ അൺലോഡ് ചെയ്ത കമ്പനിയിൽ തന്നെ നമ്മൾ താമസിച്ചു. അവിടെ നമുക്ക് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ തന്നെ താമസിച്ചു. ഇന്ന് രാവിലെ നമ്മൾ പോയി ലോഡ് ചെയ്തു. നമുക്ക് ഇരുമ്പിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇരുമ്പിൻ്റെ ഇതാണ് നമുക്ക് ലോഡ്. അപ്പം നമ്മൾ അതിന് ബെൽറ്റ് അടിക്കേണ്ടതുണ്ടായിരുന്നു. 12 ബെൽറ്റ് അടിച്ചു. ഇനി നമ്മൾ നേരെ ഇറ്റലി കേട്ടോ. നമുക്ക് ടോട്ടൽ 942 കിലോമീറ്റർ ഉണ്ട്. ലക്സംബർഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ കൺട്രിയാണ് കേട്ടോ, പക്ഷേ അടിപൊളിയാണ്. നല്ല വൃത്തിയും കാര്യങ്ങളും ഭയങ്കര രസമുള്ള കൺട്രിയാണ് ലക്സംബർഗ്. നമ്മൾ ലക്സംബർഗും കണ്ടു. അപ്പം നമ്മൾ തിരിച്ച് ഇറ്റലിക്ക് പോവുകയാണ് കേട്ടോ. നമുക്ക് വരുന്ന വഴിയിൽ ഓസ്ട്രിയയിൽ നല്ല സ്നോഫോളാണ്. ഓസ്ട്രിയ, ജർമ്മനി പകുതി, അത് കഴിഞ്ഞാൽ ജർമ്മനി പകുതി കഴിഞ്ഞാൽ നമുക്ക് സ്നോഫോളൊക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ ലക്സംബർഗ് അടിപൊളി ഒരു എന്താ പറയുക, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രി കേട്ടോ. ചെറിയ കൺട്രിയാണ്, പക്ഷേ എന്താ പറയുക, നല്ല വൃത്തിയും കാര്യങ്ങളും എല്ലാം ഉള്ള കൺട്രിയാണ്. അപ്പോൾ നമ്മൾ ലക്സംബർഗിലെ റോഡും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വെച്ചിട്ടുള്ള വീഡിയോ ആണ്. നമുക്കിതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്ലൊവേനിയ എത്തണം. നമുക്ക് നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്. നമുക്ക് 60 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഫോണിൽ നമ്മൾ മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് രണ്ടും ആവശ്യമാണ്. അപ്പം ജസ്റ്റ് നമ്മൾ ലക്സംബർഗിൻ്റെ കാഴ്ചകൾ കാണിക്കാന്ന് വെച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. പിന്നെ ലക്സംബർഗ് കുറച്ചും കൂടിയൊക്കെ സാധനങ്ങളൊക്കെ കുറച്ചും കൂടി റേറ്റ് കുറവായി തോന്നി കേട്ടോ. നമ്മൾ നല്ല കോഫിയും സാധനമൊക്കെ മേടിച്ചായിരുന്നു. കുറച്ച് കമ്പാരിറ്റീവ്ലി ജർമ്മനി, ഓസ്ട്രിയനൊക്കെ സംബന്ധിച്ച് കുറച്ച് റേറ്റ് കുറവാണ്. ഇപ്പോൾ ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ആണ്. നമുക്കിവിടെ 4 ഡിഗ്രിയാണ് ലക്സംബർഗിലെ ക്ലൈമറ്റ് വരുന്നത് കേട്ടോ. കുറേ കമ്പനീസ് ഉണ്ട് ലക്സംബർഗിൽ. എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിൽ മൂവ് ആകുന്ന കമ്പനീസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇറ്റലിക്ക് പോവാട്ടോ. ലക്സംബർഗ്, അതായത് ഇത് പാരീസ് ഫ്രാൻസിൻ്റെ ഒക്കെ ഒരു സൈഡാണ്. അതായത് ജർമ്മനി ഫ്രാൻസിൻ്റെ ഒരു ഇടയിലായിട്ടാണ് ലക്സംബർഗ് വരുന്നത്. ലക്സംബർഗ്, സ്വിറ്റ്സർലാൻഡ് ഇതൊന്നും യൂറോപ്യൻ യൂണിയനിലല്ല, നമ്മളെ പുറത്താണ്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് സ്പെഷ്യൽ പാസ്, അല്ലെങ്കിൽ നമ്മൾ എത്ര ദിവസത്തേക്കാണോ ആ ദിവസത്തേക്കുള്ള നമ്മളെ വണ്ടീൻ്റെ നമ്പറും നമ്മളെ പേരും വെച്ച് നമ്മൾ പാസ് എടുക്കണം. നമുക്ക് പാസ് നമ്മളെ ട്രാഫിക് ആൾ നമുക്ക് ഇഷ്യൂ ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ആ പാസ് കൊണ്ടേ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാവില്ലെങ്കിൽ നമുക്ക് വലിയ ഫൈനൊക്കെ വരും. അതേപോലെ ഡാറ്റ യൂസേജ് നമുക്ക് വലിയ രീതിയിൽ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കുറഞ്ഞ രീതിയിൽ നമുക്ക് എന്തുള്ളൂ. അത് ഡിപ്പെൻസ് ഓൺ സിമ്മാണ് കേട്ടോ. നമുക്കിപ്പം നമ്മളടുത്തുള്ള സിം വെച്ചിട്ട് നമുക്ക് 50 GB ആണ് അതർ സ്ലൊവേനിയൻ കൺട്രീസിൽ നമുക്ക് അലോ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു മാസത്തേക്ക് 50 GB തികയില്ല. അപ്പം നമ്മളെന്താ ചെയ്തേക്കെന്ന് വെച്ചാൽ നമ്മൾ 2 സിം എടുത്തിട്ടുണ്ട്. നമുക്ക് 100 GB, നമ്മൾ ഏകദേശം ഇപ്പം നമ്മളെ ലിമിറ്റ് എന്ന് പറയുന്നത് ഞാനിപ്പം ഏകദേശം 2 സിമ്മിലും കൂടി എനിക്ക് 22 GB ബാലൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് 26 ഇനി നമുക്ക് 3 ദിവസം കൂടിയുള്ളൂ. അത് മതിയാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ മിക്കവാറും ഈ ആഴ്ച നമ്മൾ സ്ലൊവേനിയ പോകുമെന്ന് വിചാരിക്കുന്നു. അറിയില്ല, ഡിപ്പെൻസ് ആണ്. വേറെ എന്താണോ ലക്സംബർഗിനെ പറ്റി, ലക്സംബർഗ് അത്യാവശ്യം GDP ഒക്കെ ഉള്ള കൺട്രിയാണെന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാലറിയും ഒക്കെ ഉള്ള കൺട്രിയാണെന്ന് നമ്മൾ വീഡിയോസൊക്കെ കണ്ടു. നമുക്കിതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല. പക്ഷേ കംപ്ലീറ്റ്ലി ഒരു ബ്യൂട്ടിഫുള്ളായ കൺട്രിയാണ് കേട്ടോ. നല്ലൊരു കൺട്രിയും ഭയങ്കര നീറ്റ് എല്ലാം ഒരു നല്ല രീതിയിലുള്ളൊരു കൺട്രി ആയി തോന്നി. പിന്നെ എന്താ ലക്സംബർഗിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇവിടെ ഉള്ളവരും അത്യാവശ്യം ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ സംസാരിക്കണം. നമ്മൾ പോയ കമ്പനിയിലൊക്കെ കുറച്ച് പേരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ഇവിടുത്തെ ലാംഗ്വേജ് ഏതാണെന്ന് അറിയില്ല. അതേപോലെ നല്ല റിവേഴ്സും കാര്യങ്ങളും അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്കിപ്പം യൂറോപ്പിലുള്ളവർക്ക് വന്ന് കാണാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ലക്സംബർഗിൽ. കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ വരുമ്പം കണ്ടു. പക്ഷേ രാത്രിയായിരുന്നു, നമുക്ക് വീഡിയോ എടുക്കാനും നമുക്ക് ഫോണും അത്യാവശ്യമാണ്. നമ്മുടെ അടുത്തൊരു ഫോണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരു സ്ട്രെയിറ്റ് സ്ട്രെച്ച് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ
ഈ ഫോൺ എടുത്ത് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഡിവൈസ് ഉണ്ട്, CVS എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസിൽ നോക്കിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. CVSൻ്റെ അകത്ത് നമുക്ക് കണ്ടോ റെസ്റ്റോറൻറ്റ് കാണിക്കും, പെട്രോൾ പമ്പ് കാണിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ ഇത്ര കിലോമീറ്ററിൽ നമുക്ക് പെട്രോൾ പമ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര കിലോമീറ്ററിൽ നമുക്ക് എന്താണ് റെസ്റ്റ് ഏരിയ ഉണ്ട്, അതൊക്കെ നമ്മളെ CVS മിഷൻ്റെ അകത്ത് കാണിക്കും. പക്ഷേ ചില ടൈമിൽ നമുക്ക് CVSനെ വിശ്വസിക്കാൻ പറ്റില്ല, CVSനും തെറ്റിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഗൂഗിൾ മാപ്പും CVSനും പാരലായിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇത് ഒരു ട്രക്കിൻ്റെ ഹെഡ് മാത്രം പോകുന്നു കേട്ടോ. മാർസിൻ്റെ ട്രക്കാണ്. ഈ മാർസിൻ്റെ ട്രെയിലറായിരുന്നു നമ്മൾ സ്ലൊവേനിയയിൽ നമ്മൾ ലോക്കൽ ഓടിക്കൊണ്ടിരുന്നേരം നമ്മൾ എടുത്തിരുന്നത് മാർസ് എന്ന് പറയുന്ന കമ്പനിയുടെ ട്രെയിലറായിരുന്നു. അത് റെനോൾട്ടിൻ്റെ കാർ മാനുഫാക്ചറിങ് കമ്പനീൻ്റെ മെയിൻ സ്പെയർ പാർട്സ് ഡീലേഴ്സ് ആണെന്ന് തോന്നുന്നു മാർസ്, കറക്റ്റ് അറിയില്ല. നമ്മൾ മാർസിൻ്റെ ട്രെയിലറായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ഇൻ്റർനാഷണൽ ആയാലും നമ്മൾ യൂറോടെക്കിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് 80 കിലോമീറ്റർ ആണ് കേട്ടോ സ്പീഡ്. നല്ല അടിപൊളി പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാട്ടോ. ഞാനിത് 80-ൽ ക്രൂയിസ് ചെയ്തേക്കാം കേട്ടോ. ഇന്ന് നമ്മൾ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ, 1 മണിക്കൂർ 4 മിനിറ്റും നമ്മൾ ജസ്റ്റ് 35 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇന്ന് നമുക്ക് മാക്സിമം കവർ ചെയ്യണം, കാരണം 934 നമുക്കിന്നൊരു 600 കിലോമീറ്റർ എത്തിക്കണം എന്നാണ് വിചാരിക്കുന്നത്. എത്തുമെന്നറിയില്ല, നമുക്ക് ട്രൈ ചെയ്യാം, ഡിപ്പെൻസ്. 12ാമത്തെ ഗിയറിൽ ഓട്ടോ പോവാട്ടോ. പിന്നെ നമ്മളിപ്പം വിൻ്റർ തുടങ്ങി, നമ്മളിപ്പം മാനുവലിൽ യൂസ് ചെയ്യേണ്ട കാര്യമായി. നമുക്ക് സ്ലിപ്പാവും, വണ്ടി സ്ലിപ്പാവും. അപ്പം നമ്മളിപ്പം മാനുവൽ ഗിയർ യൂസ് ചെയ്ത് തുടങ്ങി. നമുക്ക് ഇറക്കമൊക്കെ വരുമ്പോൾ നമ്മൾ 7-8 മാനുവൽ ഇട്ട് ഓടിക്കാൻ തുടങ്ങി കേട്ടോ. ട്രക്ക് ഇടയ്ക്ക് ഇപ്പം കുറേ സെൻസേഴ്സിന് പ്രശ്നം വരുന്നുണ്ട്. നമുക്ക് ട്രക്കിൽ ഈ വിൻ്റർ വരുമ്പോൾ പല സെൻസേഴ്സും വർക്ക് ചെയ്യാതെ പല വാർണിങ്സും വരുന്നുണ്ട്. പിന്നെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കുക പലതും. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കുറേ വാർണിങ്സ് കിടക്കുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ച നമുക്ക് സ്ലൊവേനിയ പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ വണ്ടീൻ്റെ എല്ലാ കംപ്ലയിൻസും ക്ലിയർ ചെയ്യണം. സ്നോഫാൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓൾ യൂറോപ്യൻ കൺട്രീസിൽ റോഡിലൊക്കെ അസിസ്റ്റൻസ് ടീം ഉണ്ടാവും കേട്ടോ. റോഡ് സൈഡ് അസിസ്റ്റൻസ് പോലെ ഐസ് മാറ്റാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കായിട്ട് എപ്പോഴും വണ്ടികളുണ്ടാവും. എപ്പോഴാണ് ഇത് വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പം എല്ലാ കൺട്രീസിലും അതിനുള്ള ഗവൺമെൻറ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാം ഈ വിൻ്റർ തുടങ്ങുമ്പോഴത്തേക്ക് എല്ലാ അസിസ്റ്റൻസും കാര്യങ്ങളും ഓൾറെഡി ആയിട്ടുണ്ടാവും. ചെറിയൊരു ടണൽ പോലത്തെ സെറ്റപ്പായിരുന്നു, നമ്മൾ അതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടു. ലക്സംബർഗിൻ്റെ കാഴ്ചകളാണ് ഗൈസ്. പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂറോപ്യൻ കൺട്രി ആണെങ്കിൽ നമുക്ക് സിറ്റീസിലേ നമുക്ക് കൂടുതലും ടാക്സി, ഊബർ അങ്ങനത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. വില്ലേജുകളിലൊന്നും അങ്ങനെ വലിയ രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് നമ്മൾ സിറ്റി കൂടെ പോകുമ്പോൾ നമുക്ക് സിറ്റി റിലേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഈ എല്ലാ നമ്മൾ എന്താ നീഡ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് നമ്മൾ വില്ലേജ് വൈസ് പോകുമ്പോൾ നമുക്ക് പല ഫെസിലിറ്റീസും കിട്ടില്ല. വിൻഡ് വില്ലുകളുണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും. നമ്മളെ വണ്ടി ഇറക്കം വരുമ്പോൾ സ്പീഡ് കൂടിപ്പോവും. ക്രൂയിസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 80 ആണെങ്കിൽ 85 വരെ പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഇറക്കം വരുമ്പോൾ ശ്രദ്ധിക്കണം, വണ്ടി സ്പീഡ് ലിമിറ്റ് പോകുന്നുണ്ടോ എന്നുള്ളത്. അതേപോലെ ആ വിൻറ്റേജ് കാർസ് ഉണ്ട്. ഓഡിയുടെ ഏതോ ഒരു പഴയ മോഡൽ വണ്ടിയാണ് പോയിരുന്നത്. ഇവിടെ നമുക്ക് കാറിനൊന്നും നമുക്ക് ഈ ഇത്ര ഇയർ എന്നുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് അതേപോലെ BMW, വോക്സ് വാഗൺ,
മെയിനായിട്ട് BMW, വോക്സ്വാഗൺ, സ്കോഡ ഇങ്ങനത്തെ കാറുകളാണ് ഫുള്ളായിട്ട് നമുക്ക് റോഡിലൊക്കെ കൂടുതലും. പിന്നെ എന്താണ് ഗൈസ്, ഓക്കെ 10 മിനിറ്റ് വീഡിയോ ആയി ഗൈസ്. തൽക്കാലം ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോയിൽ നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ ഞാൻ എടുക്കാം ഗൈസ്.